95 97 അപ്പൊ ഗൈസ് ഓൾറെഡി ഇപ്പൊ 1 മണി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ മറ്റേ ഡെഡ് ലിഫ്റ്റിന്റെ വീഡിയോ ഇപ്പൊ 5 മിനിറ്റ് അപ്ലോഡ് ആവാൻ നിങ്ങൾക്ക് കാണാൻ രസിക്കാം. കിടിലം വീഡിയോ അല്ലേ? അതല്ലാതെ എന്തുവാണ് ഇനിയും എനിക്ക് ഇന്നലത്തെ വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ടില്ല. അത് സാറിന് ഈ സമയം കൂടെ എഡിറ്റ് ചെയ്ത് തീരുന്നയാ. ഇനി തുടങ്ങണം. ഇനി ഒരു 4-5 മണിക്കൂർ ഇനി എടുക്കും ഞാൻ അത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അപ്പൊ എപ്പോൾ എടുക്കും? അതാണ് എൻ്റെ ഒരു വലിയ ഡൗട്ട്. അതെനിക്കും അറിയില്ല എങ്ങനെ എടുക്കുമെന്ന്. എന്നാലും നമ്മൾ മാനേജ് ചെയ്യും, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അമ്മയുടെ കൈ വയ്യാത്തതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ കഴിച്ചില്ലെന്നും പിന്നെ ഇന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന ജോലി ആയതുകൊണ്ട് നമ്മൾ കടയിലോട്ട് പോയി. എൻ്റെ കാര്യത്തിൽ ഫുഡ് വീട്ടിലില്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി പുറത്തു പോയി കഴിക്കാറില്ല. സത്യം പറയുക കഴിക്കാറില്ല, കുറവാ. അത് ചിലപ്പോൾ അമ്മ അച്ഛനൊക്കെ ഫോഴ്സ് ചെയ്യാൻ മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചില്ല, ഇന്നത്തെ ഡിന്നറും കഴിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം ഒന്നും കഴിച്ചിട്ടില്ല. അതാണ് എനിക്ക് പിന്നെ എന്താണ് മോനെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറുതെ പട്ടിണിയിട്ട് സ്ട്രെങ്ത് ആണ്. ഞാൻ സ്വന്തമായിട്ട് കഴിക്കാത്ത വേറെ കാര്യം. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് കുറച്ച് കട്ട്ലേറ്റെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരാം. പിന്നെ ആ വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും കുറച്ച് കട്ട്ലേറ്റ് കഴിക്കാം. ഈ കട്ട്ലേറ്റ് വലുതായിട്ടില്ലെന്ന് എനിക്കറിയാം, 5 എണ്ണം ഉണ്ടെന്നാലും വലുതായിട്ടില്ലെന്ന് എനിക്കറിയാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം കഴിച്ചു കഴിഞ്ഞിട്ട്. അച്ഛൻ കടയിൽ നിന്ന് വന്നല്ലേ? നല്ല ചൂടുണ്ടായിരുന്നു. അതിന്റെ മുഖം കണ്ടാ തോന്നുന്നു. ഇന്നെന്ത് ദിവസം എന്നറിയാമോ? സൺഡേ അല്ല, നമുക്ക് ഇന്ന് 9 ലക്ഷത്തി അല്ല ആറാഴ്ചയല്ല, ഇന്ന് 9,99,999 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് എന്റെ മലയാളം ഷോർട്സ് ചാനലിന്. ഇന്ന് അത് 1 മില്യൺ ആകും. 1 മില്യൺ 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അപ്പം 10 ലക്ഷം ആകെയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാം. അച്ഛൻ വരുന്നില്ലേ? എന്ത് വീട് വരാൻ പോകും. അപ്പൊ എന്റെ സെലിബ്രേഷനാ ഉള്ള. അപ്പൊ ഗൈസ് നമ്മൾ ഒറ്റയ്ക്കാണ് ഈ സെലിബ്രേഷനകത്ത്. എന്താണ് ഒറ്റയ്ക്കല്ല, മുതല കൂടെ ഉണ്ട്. എന്റെ ഓൾറെഡി ഹിന്ദി ചാനൽ 2 മില്യൺ അടിക്കാൻ പോകും ഒരാഴ്ച കഴിഞ്ഞ്. അതിന് മുമ്പേ ഇപ്പൊ 1 മില്യൺ അടിക്കാൻ പോകുന്ന മലയാളം ചാനൽ. ഞാൻ എന്ത് ചെയ്യും ഇത്ര ഗോൾഡ് പ്ലേ ബട്ടൺ കൊണ്ട്? എനിക്ക് ആവശ്യമുണ്ട്, ഒന്ന് വിടണ്ടേ? ഞാൻ എടുത്തേക്കട്ടെ. ഇനി എത്ര സബ്സ്ക്രൈബറും കൂടി വേണം നിങ്ങൾക്ക് കാണണം. 999,456 അനങ്ങുവാ. അന്ന് അനങ്ങടെ ഇറക്കായി. ഞാൻ ഇന്ന് ആകുമെന്നും പറഞ്ഞാണ് ഇത്രയൊക്കെ ഹൈപ്പ്. ഇന്നായില്ലെങ്കിൽ ഹൈപ്പ് ഓടി എവിടെയെങ്കിലും ഇല്ല, അനങ്ങുന്നില്ല. ഇന്നായില്ലെങ്കിൽ പിന്നെ ഈ ഹൈപ്പൊക്കെ ഇങ്ങോട്ട് പോകും. ഇന്നാകുമായിരിക്കും അല്ലേ? അനങ്ങുന്നില്ലല്ലോ. ഓ അനങ്ങരുത്. 5-7 ഞാൻ പോയിട്ടൊരു പാർട്ടി പോപ്പർ മേടിച്ചോണ്ട് വരാം. അത് അമ്മ ഉപയോഗിച്ചിട്ടില്ല, ഞാനും പൊട്ടിച്ചിട്ടില്ല. കുഴപ്പമില്ല, എന്തായാലും ഒരെണ്ണം മതി. കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ തുടക്കേണ്ടി വരും റൂമിനകത്ത്. അതുകൊണ്ട് അപ്പൊ ഞാൻ കേക്കിന്റെ കടയിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പാർട്ടി പോപ്പർ മേടിക്കും. ഏകദേശം നമുക്ക് 4 എണ്ണ 3 എണ്ണ വേണം. 3 എണ്ണം മേടിക്കാൻ കേട്ടോ. അത് ഒരെണ്ണം ഇപ്പോൾ പൊട്ടിക്കത്തുള്ളൂ, ബാക്കി 2 എണ്ണം വേറൊരു ആവശ്യത്തിനാണ്. പിന്നെ പറയാൻ ഞാൻ ഈ കേക്കിന്റെ കട ഞാൻ ഈ മാസം തന്നെ 4ാമത്തെ വട്ടം വരുന്നതെന്ന് തോന്നുന്നു. എല്ലാ ദിവസം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ട്. എന്ത് ചെയ്യാൻ? ഞാൻ പാർട്ടി പൗഡർ മേടിച്ചിട്ടുണ്ട്. പോകുന്ന വഴി ഒന്ന് ഹെയർ വാഷ് ചെയ്തേക്കാം. മറ്റേ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം തീർന്നു, ആ പൈപ്പ് വെള്ളം. അപ്പൊ അല്ലെങ്കിൽ ഇതിപ്പോ ഏതോ ഒരു കാണ്ടാമൃഗത്തിന്റെ മുടികണക്കായി. അതുകൊണ്ട് ഹെയർ വാഷ് ആയിട്ടുണ്ട്. വെള്ളം മാത്രം അമ്മ എവിടെ പോയിരിക്കുവായിരുന്നു? കടയില്. ഇന്നെന്താ ദിവസം എന്ന് അറിയാൻ അമ്മയ്ക്ക്? എന്തായിരിക്കും ഇന്ന്? ഇത് തന്നെ അച്ഛനും പറഞ്ഞത്. അവിടെ കിടക്കുന്നത് പുള്ളി. ഇങ്ങോട്ട് നോക്കി. എന്തുവാ ഇത്? മലയാളം ചാനൽ ഷോർട്സ് ആണ്. ഇത്ര എക്സൈറ്റഡ് വേണ്ട, ഇത്ര എക്സൈറ്റഡ് വേണ്ട കേട്ടാ. ഇവരെ കുറച്ച് ഇട്ടൊരു പരിപാടി നടക്കും തോന്നുന്നല്ലേ? എക്സൈറ്റഡ്. അത് ഗോൾഡ് ആവും. ചെലവാ? ആഹാരം മാത്രമല്ല ചെലവ്, അത് മാത്രം കഴിച്ചാൽ മതി. ഗുരുവായൂർ ഈ ചാനൽ 1 മില്യൺ ആട്ടപ്പൊ കൊണ്ടുപോയി. ഈ ചാനൽ 1 മില്യൺ ആട്ടപ്പൊ കൊണ്ടുപോയി. പ്ലീസ് കണ്ടമ്മ എക്സ്ട്രാ വെറുതെ 1 മില്യൺ ആണെന്ന് പറഞ്ഞ് വേറെ റൂട്ട് പിടിക്കാൻ നോക്കാം നമ്മ. ഇപ്പൊ തൽക്കാലം 1 മില്യൺ ആ നേരത്ത് അമ്മ ഇത് പൊട്ടിക്കും. പിടിച്ച് തിരിക്കരുത്, പൊട്ടിപ്പോയെല്ലാം കൂടി അങ്ങോട്ട് വീട്ട് മോന്തയ്ക്ക് ഇട്ട്. അതെ, അച്ഛനും ഒരെണ്ണം കൊടുത്തു. ഗുരുവായൂരപ്പന നിനക്ക് തുണയായിട്ട് നിൽക്കുന്നുണ്ട്, നീ പോയില്ലേ മോനെ? അമ്മ ഇവിടെ എത്ര അമ്പലം ഉണ്ടായിരുന്നു. അമ്മ ഗുരുവായൂർ തന്നെ പിടിക്കണമെന്നുണ്ടായിരുന്ന. അമ്പലപ്പുഴ വരെ ഉണ്ടായിരുന്നല്ലോ. ഗുരുവായൂർ തന്നെ അമ്മ ഒറ്റയ്ക്ക് പോയാൽ മതി. കൃഷ്ണനൊന്നും പറയുന്നില്ല, പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പോയാൽ മതി. കഴിച്ചപ്പോ അനിയയില്ല കേട്ടോ. അവന് കുറച്ച് വർക്കായിട്ട് അവൻ പുറത്തു പോയിരിക്കുക. അപ്പൊ ഈ സെലിബ്രേഷൻ ഞാനും അച്ഛനും അമ്മയും മാത്രമായിരിക്കും. ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. 150 എനിക്കും വേണം. ഇത് കുറെ കൂടി പോകുന്നുണ്ട് കേട്ടോ. ഒടുക്കത്തെ വെയിറ്റിംഗ്. 1/2 മണിക്കൂറാ. ഇത്ര സ്ലോയിലാണ് പോകുന്നത്. ഇത് പോകത്തില്ലേ എന്ന്? എടാ നിന്നെ ആര് വിളിച്ചടാ ഇവിടെ? വാടാ ഇങ്ങോട്ട്. എന്താണ് വിളിച്ചിരിക്കുന്നത്? അച്ഛനെ വിളിച്ചോണ്ട് അവൻ പോയി. കൊള്ളാം. കൊറേയൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അച്ഛനെ വിളിച്ചിരുത്തിയതാ. അവൻ എടുത്തോണ്ട് പോയി. അമ്മേനെ കണ്ട വിളിച്ചിട്ടല്ല, അമ്മ ഇവിടെ ഇരി. അവസാനം നിങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. എല്ലാരും പോവാണല്ല. ഇനി 108 സബ്സ്ക്രൈബർ, 105 സബ്സ്ക്രൈബർ ഇനിയും വേണം. എത്ര സബ്സ്ക്രൈബർ ബാക്കി വേണം? 100. അയ്യോ പാവം, കുറഞ്ഞ്
അമ്മയുടെ കരുനാക്ക് വളച്ച് പറഞ്ഞത് കുറഞ്ഞ് കൊള്ളാം. ഇപ്പൊ 899. ഇതെവിടെയോ ശത്രുപാളയുണ്ട്. 899 പോയി. പപ്പ വിചാരിച്ചായിരുന്ന പിന്നെ ഇത് ഗോൾഡൻ അടിക്കുമെന്ന്? അറിയാൻ മേല എപ്പോഴും കുറ്റം മാത്രമല്ലേ പറയുന്ന? എപ്പോഴും കുറ്റം മാത്രമല്ലേ? എപ്പോഴും കുറ്റം മാത്രമല്ലേ? ഞാൻ പറയാറില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ പറയാറുണ്ട്. അല്ല, അവൻ എപ്പോ ഇത് ചെയ്താലും പറയത്തില്ലേ കുറ്റം കുറ്റം കുറ്റം. ഞാൻ എന്തായാലും ശരി, ഞാൻ എന്റേതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവർ ആകണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. ആരെയും വഞ്ചിക്കാനും പിടിക്കാനും പോകല്ല എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ആ മറ്റൊരുത്തിന്റെ പൈസ വേണമെന്ന് എനിക്കിഷ്ടമല്ല. എനിക്ക് മേടിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. ആരുടെ ഞാൻ എന്താണ് സർക്കാർ ജോലി കയറാൻ പറയാ? സർക്കാർ ജോലി കയറാൻ ഞാൻ പറഞ്ഞില്ല, നീയാണ് പറഞ്ഞ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആണോ? എനിക്ക് സർക്കാർ ജോലി വേണ്ട. സർക്കാർ ഫുള്ള് വിറ്റ് കിടക്കും. ഇനി എന്നെ വിൽപ്പിക്കണ്ടവര്. ഗോൾഡൻ ഗോൾഡ് അടിച്ചിട്ട് എന്ത് കാര്യം? ഗോൾഡ് അടിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താന്ന് പറയട്ടെ, ഇത് ചിലപ്പോ ഒരാഴ്ചക്ക് 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കൊണ്ട് നിന്നാൽ പിന്നെ തെണ്ടേണ്ടി വരും. യൂട്യൂബ് അടിച്ചു പോവെന്ന് പറയുന്നത്. എടാ നീ എന്തിനാടാ വരുന്നത് തള്ളി പുറക്കി? മടി കയറി ഇരുന്നല്ലോ. അതൊക്കെ അവരിരുന്നോളൂ. ചൊറിഞ്ഞ് കിട്ടാനാ ചൊറിഞ്ഞു കൊടുക്കാതാ. അഭിനയിക്കുന്നവൻ കിടന്ന് അവൻ നോക്കിയപ്പോ ഇവിടെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്ന അവൻ അത്ര സൂചിക്കുന്നില്ല. എന്താടാ കംപ്ലൈന്റ്? കംപ്ലൈന്റ് പറയടാ. കംപ്ലൈന്റ് ഇല്ലേ? കംപ്ലൈന്റ് ഉള്ളവൻ. ഇനി ജസ്റ്റ് 20 സബ്സ്ക്രൈബർ കൂടി മതി കേട്ടാ. കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം 990 ആയത് കേട്ടാ. ഇനി എന്തായാലും ഇനി 19 ആൾക്കാരും കൂടി നോക്ക്. മലയാളം ചാനൽ ഷോർട്സ് അങ്ങനെ 1 മില്യൺ ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. അമ്മ പെട്ടെന്ന് വാ. അമ്മ 83 ആയി. അച്ഛൻ പിടിച്ചത് അതിപ്പോ പൊട്ടിക്കരുത് കേട്ടാ. റൈറ്റിലോട്ട് തിരിച്ചാ മതി. അമ്മയും പിടിച്ചു. അങ്ങനെ അതിരിക്കുന്ന അങ്ങനെ ഇപ്പൊ തിരിക്കരുത്. ഇപ്പൊ എത്രയായി? 89, 11. എന്തിനാ ഇത്ര വെള്ളം കുടിക്കുന്നതിന്? ഓടാൻ പോലല്ലേ? 89 ആയി. റൈറ്റ് സൈഡിൽ തിരിക്കണം കേട്ടാ. ഇപ്പൊ തിരിക്കരുത്, പൊട്ടിപ്പോവും. ഞാൻ എന്തിനാ വെള്ളം കുടിക്കുന്നത്? 93, 94, 95. 1 മില്യൺ ഹിറ്റ് ആകുമ്പോ പൊട്ടിക്കണം കേട്ടാ. 90, 97. ഇപ്പഴാ ചെയ്തോണം കേട്ടാ. നേരെ പൊട്ടിക്കണമെന്നല്ലേ പറഞ്ഞ? ഇതെല്ലാം ആയല്ല. അമ്മയുടെ തിരിക്കാൻ പറഞ്ഞല്ലേ? അമ്മ തിരിക്കാൻ പറ്റാഞ്ഞല്ലേ അമ്മയ്ക്ക്? 97. 7 ആവും. പിന്നെ കേറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അച്ഛനെവിടെ? ഒറ്റടിക്ക് പൊട്ടിച്ച് അച്ഛൻ ഓടിയല്ല. അച്ഛനും കണ്ടു അപ്പൊ തന്നെ പോയല്ലേ. നല്ല കാര്യം കമ്പ്യൂട്ടറിന്റെ പുറകിലോട്ട് പോയില്ല. അച്ഛൻ പൊട്ടിച്ചെല്ലാം നേരെ സീലിംഗ് നിന്ന് ഇവിടോട്ട് തന്നെ. അപ്പൊ നമുക്ക് പോവാം. അമ്മയും ഞാനേ ഉള്ളൂ, അനിയനില്ല. പിന്നെ അച്ഛൻ എവിടെയോ പോയി. അച്ഛൻ ആ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ മാഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒടുക്കത് തിരക്കൊണ്ടോ തോന്നുന്നു. ക്യൂവിന് തന്നെ ആൾക്കാർ നിൽക്കുന്നു. ഇതിനൊക്കെ ഇരുന്നിട്ട് പോലും ഇല്ല, വെയിറ്റ് ആണല്ലോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചപ്പോ വീട്ടിലോട്ട് പോകാൻ പോവാം. ചിക്കൻ ഐറ്റം ഇല്ലായിരുന്നു, പക്ഷിപ്പനിയാണെന്ന്. ഹെൽമെറ്റ് വെച്ച് എന്റെ മുട്ടി. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. 1 മില്യൺ അടിച്ചിരിക്കുന്നു. മലയാളം ഷോർട്ട്, മലയാളം 1 മില്യൺ, ഹിന്ദി 1 മില്യൺ കഴിഞ്ഞു. എല്ലാം കൂടി ഒരു 3 മില്യൺ ഉണ്ട്. ഇനി പട്ടിണിയില്ല ജീവിക്കുക. പൈസ കിട്ടുന്നില്ലെങ്കിലും ഐ എം ഹാപ്പി ബോയ്സ്. പൈസ പിന്നെങ്കിലും കിട്ടുമായിരിക്കും, അല്ലേ? കിട്ടുക. ടേക്ക് കെയർ, ഹാപ്പി. ഐ വിൽ മീറ്റ് യു ഗൈസ് ടുമോറോ.